ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉപേക്ഷിച്ച് രാജ്യം ഇന്നു മുതൽ പുതിയ നിയമസംഹിതയിലേക്ക്. കോടതികൾക്കും പോലീസിനും ഇനി ബാധകമാവുക പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ഭാരതീയ ന്യായ സംഹിത, നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിനിയമം എന്നീ പേരുകളിലാണ് പുതിയ നിയമങ്ങൾ. 1860 മുതലുണ്ടായിരുന്ന IPC, 1898 മുതലുള്ള CRPC, 1872 തെളിവ് നിയമം എന്നിവയാണ് മാറുന്നത്. ഇവ യഥാക്രമം ഭാരതീയ ന്യായ സംഹിത, സാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ അധിക നിയമം എന്നിങ്ങനെ മാറും. 2 നൂറ്റാണ്ടിലധികമായി തുടർന്ന നിയമസംഹിത മാറുമ്പോൾ വകുപ്പുകളിലും നമ്പറുകളിലും കാര്യമായ വ്യത്യാസമുണ്ട്. പുതിയ നിയമങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിന് തൃശൂർ പോലീസ് അക്കാദമിയിലും തിരുവനന്തപുരത്തെ പോലീസ് ട്രെയിനിംഗ് സെന്ററിലും കേരളത്തിലെ സേനാംഗങ്ങൾക്ക് 3 മാസത്തിലേറെയായുള്ള പരിശീലനം നൽകിയിരുന്നു. എങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാം. വകുപ്പിൽ മാറ്റമുണ്ടായാലും തെളിവ് ശേഖരണത്തിൽ വീഴ്ച പറ്റിയാലും കേസിനെ ബാധിക്കും. ഫോറൻസിക് വിഭാഗത്തിലും തെളിവ് ശേഖരണത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ രാജ്യദ്രോഹത്തിനുള്ള 124 ഇനി 150 ആകും. വകുപ്പ് 113 ഭീകരപ്രവർത്തനം ഉൾപ്പെടുക. സംഘടിത കുറ്റകൃത്യം 111 2 IPC വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല. സ്വവർഗാനുരാഗം കുറ്റമാകുന്ന 377 ഒഴിവാക്കി. കൊലക്കുറ്റത്തിനുള്ള IPC 302 പുതിയതിൽ 103 വകുപ്പാണ്. പിടിച്ചുപറിക്കുള്ളതാണ് ഇനി 302 വകുപ്പ്. ഗൂഢാലോചനയ്ക്കുള്ള 120B ഇനി 61 നിയമവിരുദ്ധ സംഘം ചേരലിന് 144 പകരം 187 ആയിരിക്കും. 420 നിലവിൽ വഞ്ചനാ കുറ്റമാണ്. ഈ നമ്പറിൽ മറ്റു വകുപ്പ് പുതിയതായില്ല. 316 വകുപ്പിലാണ് തട്ടിപ്പ് കൈകാര്യം ചെയ്യുന്നത്. കൈക്കൂലി 171Bയിൽ നിന്ന് 170, സ്ത്രീധനപീഡനം 304Bയിൽ നിന്ന് 80, ബലാത്സംഗം 375 നിന്ന് 63, മോഷണക്കുറ്റം 378 നിന്ന് 303, വിശ്വാസവഞ്ചന 405 നിന്ന് 316 എന്നിങ്ങനെ മാറും. 90 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.